വർഷം 1492. ഇറ്റലിക്കാരനായ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന നാവികനും സംഘവും സ്പെയിനിലെ രാജാവിനു വേണ്ടി കച്ചവട സാധ്യത അന്വേഷിച്ച് ഇന്ത്യയിലേക്ക് കടൽ മാർഗം പുറപ്പെട്ടു. എന്നാൽ അവർ എത്തിച്ചേർന്നത് ഒരു പുതിയ വൻകരയിലായിരുന്നു. സ്വർണ്ണ നിക്ഷേപവും ധാരാളം വിഭവങ്ങളുമുള്ള ഒരു മനോഹരമായ സ്ഥലം അങ്ങനെ യൂറോപ്യൻസിൻ്റെ മുന്നിൽ തുറന്നു കിട്ടി. അമേരിക്ക എന്ന് പേര് കൊടുത്ത ആ സ്ഥലത്ത് കോളനികൾ സ്ഥാപിക്കാൻ പല യൂറോപ്യൻ രാജ്യങ്ങളും മത്സരിച്ചു. എന്നാൽ അതിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് ബ്രിട്ടൻ ആയിരുന്നു. സ്വന്തം കോളനികളുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ അവർ ധാരാളം ജനങ്ങളെ അമേരിക്കയിലെത്തിച്ചു. ആ ജനങ്ങൾ അവിടെ സ്ഥിരതാമസം തുടങ്ങി. ഇതിനിടയിൽ ബ്രിട്ടനിലെ രാജാവായ ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനം സഹിക്കാനാവാതെ ഒരു കൂട്ടം പ്രൊട്ടസ്റ്റന്റുകാരും ഈ പുതിയ വൻകരയിലെത്തി സ്ഥിരതാമസമാക്കി. അങ്ങനെ ശക്തമായ 13 കോളനികൾ അവിടെ വളർന്നു. ബ്രിട്ടനാണ് ഈ കോളനികളെയൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത്. സ്വന്തം സാമ്പത്തിക തകർച്ച നികത്താൻ ബ്രിട്ടൻ ഈ കോളനികളുടെ മേൽ ഭീമമായ നികുതി അടിച്ചേൽപ്പിക്കുകയും അതുപോലെ തന്നെ വ്യാപാരത്തിന് പല നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഇതിൽ പൊറുതിമുട്ടിയ 13 കോളനികൾ 1774 ഒത്തുകൂടി ഒരു നിവേദനം ബ്രിട്ടനിലെ രാജാവിന് കൊടുത്തു. രാജാവ് അത് തിരസ്കരിക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ കോളനികളെ അടിച്ചമർത്താനും ശ്രമിച്ചു. അങ്ങനെ ബ്രിട്ടനും കോളനികൾക്കുമിടയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. തുടർന്ന് 1775 കോളനികൾ ജോർജ് വാഷിംഗ്ടണിനെ തങ്ങളുടെ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു. 1776 ജൂലൈ 4 ഈ 13 കോളനികളും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അവിടുന്ന് അങ്ങോട്ട് ഭയങ്കരമായ യുദ്ധമായിരുന്നു. 5 വർഷം നീണ്ട യുദ്ധത്തിനൊടുവിൽ ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ബ്രിട്ടനെ പരാജയപ്പെടുത്തി. പിന്നീട് ഇതേ ജോർജ് വാഷിംഗ്ടൺ 1789 അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായി. മാത്രമല്ല അങ്ങനെ യൂറോപ്പിൽ നിന്ന് വന്ന ജനങ്ങൾ അമേരിക്കക്കാരായി മാറി. പിന്നീടാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് അവർ ഇന്ന് കാണുന്ന ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യമായി മാറിയത്. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ വോയിസസ് ആൻഡ് കൾച്ചേഴ്സ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് എന്ന 2ാമത്തെ ചാപ്റ്ററാണ്. ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് ഒരു കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് അമേരിക്കൻ കവിയായ റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. ആദ്യം നമുക്ക് അദ്ദേഹത്തെപ്പറ്റി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കാം. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് റോബർട്ട് ഫ്രോസ്റ്റ് ജനിച്ചത്. പോയട്രിക്ക് 4 തവണ പുലിറ്റ്സർ പ്രൈസ് കിട്ടിയ ഒരേയൊരു വ്യക്തിയാണ് അദ്ദേഹം. ഗ്രാമീണ ജനതയെപ്പറ്റിയും അവരുടെ തൊഴിലിനെ പറ്റിയും എഴുതിക്കൊണ്ട് അമേരിക്കയുടെ സ്വരം എന്ന ഖ്യാതി അദ്ദേഹം നേടിയെടുത്തു. നോർത്ത് ഓഫ് ബോസ്റ്റൺ എന്ന കവിതാ സമാഹാരത്തിൽ പബ്ലിഷ് ചെയ്ത ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ്, മെൻഡിങ് വോൾ, ഹോം ബെറിയൽ മുതലായ കവിതകളിൽ വളരെ മനോഹരമായി ഈ ഗ്രാമീണത അവതരിപ്പിച്ചിരിക്കുന്നത് കാണാം. ദ റോഡ് നോട്ട് ടേക്കൺ, ബേർച്ചസ് തുടങ്ങിയ മറ്റു കവിതകൾ മൗണ്ടൻ ഇന്റർവെൽ എന്ന കളക്ഷനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സന്തോഷവും വിവേകവും മികച്ച രീതിയിൽ കൂടിച്ചേർന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. ഫ്രോസ്റ്റിന്റെ ഏറ്റവും മികച്ച ചെറിയ കവിതകളിൽ ഒന്നാണ് ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. ഈ കവിതയിലൂടെ തന്റെ ദേശസ്നേഹമാണ് കവി പ്രകടിപ്പിക്കുന്നത്. ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന അവസരത്തിൽ ഫ്രോസ്റ്റ് ഈ കവിത ചൊല്ലുകയുണ്ടായി. കോളനിവൽക്കരണത്തിന്റെ നാൾ മുതൽ സ്വന്തം കരുത്തും മഹത്വവും കണ്ടെത്തിയ നാൾ വരെയുള്ള അമേരിക്കയുടെ മുഴുവൻ ചരിത്രവും ഈ കവിത പറയുന്നു. ബ്രിട്ടീഷുകാരെത്തിയപ്പോൾ അമേരിക്ക ഒരു കോളനിയായി മാറി. സ്വന്തം എന്ന തോന്നലിന് പകരം തങ്ങളുടെ ഉടമസ്ഥതയിലുള്ളത് എന്ന തോന്നലാണ് കോളനിക്കാർക്ക് ഉണ്ടായിരുന്നത്. ഇതവരുടെ ഉള്ളിൽ സ്നേഹത്തിന്റെയും ദേശഭക്തിയുടെയും ഫീലിംഗ്സിനെ തടഞ്ഞു. ആ മണ്ണുമായി അടുത്തിടപഴകിയ അനുഭവങ്ങൾ ഇല്ലാതിരുന്നത് അവരെ ദുർബലരും നിഷ്ക്രിയരുമാക്കി തീർത്തു. സ്നേഹമില്ലായ്മ, തങ്ങൾ വേറെയാണ് എന്ന തോന്നൽ എന്നീ പോരായ്മകൾ അവർ തിരിച്ചറിഞ്ഞു. രാജ്യത്തോട് സമർപ്പണമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ഇപ്പോൾ തങ്ങളുടെ മാതൃരാജ്യമായി മാറിയ അമേരിക്കയ്ക്ക് വേണ്ടി അവർ ഹൃദയവും ആത്മാവും അടിയറവ് വെച്ചു. അടിയറവ് വെച്ചുകൊണ്ട് മോക്ഷം നേടിയെന്നാണ് ഫ്രോസ്റ്റ് ഈ സമർപ്പണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതായിരുന്നു അവരുടെ പൂർണ്ണമായ സമ്മാനം. ഇതൊരു രാഷ്ട്രത്തിന്റെ വളർച്ചയെ രേഖപ്പെടുത്തി. പുതിയ പുതിയ സ്ഥലങ്ങൾ ഭൂപടത്തിൽ കൂട്ടിച്ചേർത്തു. സ്വയം വലിയ ഒരു രാഷ്ട്രമായി അത് മാറി. അമേരിക്കയുടെ ദേശീയതയുടെ വളർച്ചയാണ് ഈ ചെറിയ കവിതയിലൂടെ ഫ്രോസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. ഭാവിയിലും ആ ജനത അവരുടെ മണ്ണിനെ വളരെയധികം സ്നേഹിക്കുമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. 16 വരികളിൽ ചുരുക്കിയ അമേരിക്കയുടെ ചരിത്രമെന്ന് ഈ കവിതയെ വിളിക്കുവാൻ സാധിക്കും. വെള്ളക്കാർ എങ്ങനെ എത്തിയെന്നും ഇന്ന് കാണുന്ന അമേരിക്ക എങ്ങനെ ഉണ്ടായി എന്നും ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടു. ഇതാണ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ പിറവിയുടെ ചരിത്രം. ഈ ചരിത്രമാണ് ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് എന്ന കവിത പറയുന്നത്. നമുക്കാദ്യം കവിതയുടെ വരികളൊന്ന് നോക്കാം. ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്.
The land was ours before we were the land's. She was our land more than 100 years before we were her people. She was ours in Massachusetts, in Virginia, but we were England's, still colonials, possessing what we still were unpossessed by. Possessed by what we now no more possessed. Something we were withholding made us weak until we found out that it was ourselves. We were withholding from our land of living and forthwith found salvation in surrender. Such as we were, we gave ourselves outright. The deed of gift was many deeds of war. To the land, vaguely realizing westward, but still unstoried, artless, unenhanced, such as she was, such as she would become. ടെക്സ്റ്റ് ബുക്കിൽ 3 സ്റ്റാൻസകളായാണ് ഈ കവിത കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റാൻസയ്ക്ക് 4 വരികളും രണ്ടാമത്തെ സ്റ്റാൻസയ്ക്ക് 5 വരികളും മൂന്നാമത്തെ സ്റ്റാൻസയ്ക്ക് 7 വരികളുമാണുള്ളത്. നമുക്ക് ഓരോ സ്റ്റാൻസയും എടുത്ത് പരിശോധിക്കാം. ദ ലാൻഡ് വാസ് അവേഴ്സ്, ഈ നാട് നമ്മുടേതായിരുന്നു. ബിഫോർ വി വർ ദ ലാൻഡ്സ്, നമ്മൾ ഈ നാടിൻ്റേതാകും മുമ്പ് തന്നെ. ഷീ വാസ് അവർ ലാൻഡ്, ഇവൾ നമ്മുടെ നാടായിരുന്നു. മോർ ദാൻ 100 years, ഒരു 100 വർഷത്തിലധികം. ബിഫോർ വി വർ ഹെർ പീപ്പിൾ, നമ്മൾ ഇവളുടെ ജനങ്ങളാകുന്നതിന് മുമ്പ് തന്നെ. ഷീ വാസ് അവേഴ്സ്, ഇവൾ നമ്മുടേതായിരുന്നു. ഇൻ മാസച്യുസെറ്റ്സ്, ഇൻ വിർജീനിയ, മാസച്യുസെറ്റ്സിലും വിർജീനിയയിലും. എന്താണ് ഇവിടെ കവി പറയുന്നത്? യൂറോപ്യൻസ് അമേരിക്കയിലെ മാസച്യുസെറ്റ്സിലും വിർജീനിയയിലുമൊക്കെ വന്ന് കോളനികൾ സ്ഥാപിച്ചു. ആ സ്ഥലങ്ങൾ അവരുടെ ഉടമസ്ഥതയിലായി. അങ്ങനെ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ പിറവിക്ക് മുമ്പ് തന്നെ ആ സ്ഥലം അവർ സ്വന്തമാക്കി. എന്നാൽ അക്കാലത്ത് അവർക്ക് ആ നാടിൻ്റെ സ്വന്തമാകാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ മനസ്സിൽ തങ്ങൾ യൂറോപ്യൻസ് ആണെന്ന ചിന്ത തന്നെയായിരുന്നു. അങ്ങനെ 100 വർഷത്തിലധികം കാലം ജീവിച്ചു. ഇനി അടുത്ത സ്റ്റാൻസ് നോക്കാം. ബട്ട് വി വർ ഇംഗ്ലണ്ട്സ്, എന്നാൽ നമ്മൾ ഇംഗ്ലണ്ടിൻ്റേതായിരുന്നു. സ്റ്റിൽ കൊളോണിയൽസ്, അപ്പോഴും കൊളോണിയൽസ് ആയിരുന്നു. അതായത് ആ കോളനിയിലുള്ളവരായിരുന്നു. മറ്റൊരു രാജ്യത്തിൻ്റെ കൺട്രോളിലുള്ള കോളനിക്കാരാണ് കൊളോണിയൽസ്. ഇവിടെ ഈ ആളുകളെ കൺട്രോൾ ചെയ്തത് ഇംഗ്ലണ്ടായിരുന്നു. പൊസസിങ്, നമ്മൾ സ്വന്തമാക്കി വെച്ചിരുന്നത്. വാട്ട് വി സ്റ്റിൽ വർ അൺപൊസസ്ഡ് ബൈ, നമ്മളെ അപ്പോഴും സ്വന്തമാക്കാത്തതിനെയാണ്. നമ്മൾ ഈ നാടിനെ സ്വന്തമാക്കി വെച്ചിരിക്കുകയായിരുന്നു, കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മൾ ഈ നാടിൻ്റെ സ്വന്തമായിരുന്നില്ല. അതായത് നമ്മൾ ഈ നാട്ടുകാരാണെന്ന് നമുക്ക് തോന്നിയിരുന്നില്ല. പൊസസ്ഡ്, നമ്മളെ സ്വന്തമാക്കി വെച്ചിരുന്നു. ബൈ വാട്ട് വി നൗ നോ മോർ പൊസസ്ഡ്, എന്തായിരുന്നു അപ്പോൾ നമുക്ക് സ്വന്തമല്ലാതിരുന്നത്? അതായത് നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ സ്വന്തമായിരുന്നു, എന്നാൽ ഇംഗ്ലണ്ടും അപ്പോൾ നമുക്ക് സ്വന്തമായിരുന്നില്ല. സംതിങ് വി വർ വിത്ത് ഹോൾഡിങ്, നമ്മൾ അടക്കി വെച്ചിരുന്ന എന്തോ ഒന്ന്, നമ്മൾ തടഞ്ഞു വെച്ചിരുന്ന എന്തോ ഒന്ന്. മെയ്ഡ് us വീക്ക്, നമ്മളെ ദുർബലരാക്കി. അൺടിൽ വി ഫൗണ്ട് ഔട്ട്, നമ്മൾ കണ്ടെത്തുന്നത് വരെ. എന്താണ് കണ്ടെത്തിയത്? ദാറ്റ് ഇറ്റ് വാസ് ourselves, അത് നമ്മൾ തന്നെയായിരുന്നു എന്ന്. എന്താണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്? അങ്ങനെ അമേരിക്കയിൽ വന്ന യൂറോപ്യൻസ് ആ നാട്ടിൽ ജീവിച്ചു. ഇംഗ്ലണ്ടിൻ്റെ കൺട്രോളിലുള്ള കോളനിക്കാരായി. ആ നാട് അവരുടെ ഉടമസ്ഥതയിലായി. എന്നാൽ അവരപ്പോഴും ആ നാടിൻ്റേതായി മാറിയില്ല, ആ നാട്ടുകാരായി മാറിയില്ല. മനസ്സുകൊണ്ട് അപ്പോഴും അവർ ഇംഗ്ലണ്ടുകാരായിരുന്നു. എന്നാൽ ഇംഗ്ലണ്ട് അപ്പോഴേക്കും അവരുടേതല്ലാതായി തീർന്നിരുന്നു. ഇംഗ്ലണ്ട് അവരെ സ്വന്തമായി കണ്ടില്ല, വെറും കോളനിക്കാരായി മാത്രം കണ്ടു. അങ്ങനെ ഇംഗ്ലണ്ട് തള്ളിപ്പറഞ്ഞ ആ ജനത പുതിയ നാടിനെ സ്വീകരിക്കാതെ അവിടെ കഴിഞ്ഞു. അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു അവരെ ദുർബലരാക്കുന്നത് അവർ തന്നെയാണെന്ന്, അവരുടെ തെറ്റായ തീരുമാനങ്ങളാണെന്ന്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? നമുക്ക് അടുത്ത സ്റ്റാൻസ് നോക്കാം. വി വർ വിത്ത് ഹോൾഡിങ്, നമ്മൾ മാറി നിൽക്കുകയായിരുന്നു. ഫ്രം അവർ ലാൻഡ് ഓഫ് ലിവിങ്, നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്ന ഈ നാടിനോട് ചേരാതെ. ആൻഡ് ഫോർത്ത് വിത്ത്, പിന്നെ താമസിച്ചില്ല, ഉടൻ തന്നെ ഫൗണ്ട് സാൽവേഷൻ, മോക്ഷം കണ്ടെത്തി. ഇൻ സറണ്ടർ, അടിയറ വെക്കുന്നതിൽ. അതായത് ഉടൻ തന്നെ നമ്മൾ സ്വയം സമർപ്പിച്ചു. സച്ച് ആസ് വി വർ, നമ്മൾ എങ്ങനെയായിരുന്നോ അതുപോലെ. വി ഗേവ് ourselves, നമ്മൾ നമ്മളെ തന്നെ നൽകി. ഔട്ട് റൈറ്റ്, ഒരു മടിയുമില്ലാതെ, യാതൊരു ഉപാധികളുമില്ലാതെ, പൂർണ്ണമായി. മീനിങ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ബ്രാക്കറ്റിലുള്ള വരിയിലേക്ക് വരാം. നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി നൽകി. ആർക്കാണ്? ടു ദ ലാൻഡ്, ഈ നാടിന്. നമ്മളെ ഈ നാടിന് സമർപ്പിച്ചു. വേഗ്ലി റിയലൈസിങ് വെസ്റ്റ്വേർഡ്, പടിഞ്ഞാറോട്ട് അവ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട്. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളോട് ചേർന്നായിരുന്നു ഈ 13 കോളനികൾ. പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രദേശങ്ങളിലൊക്കെ പലതരം ഗോത്രവർഗ്ഗങ്ങളായിരുന്നു ജീവിച്ചിരുന്നത്.
വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിന്നീടാണ് ഇവയൊക്കെ കൂട്ടിച്ചേർത്ത് രാജ്യം കൂടുതൽ വിസ്തൃതമാക്കിയത്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ പ്രദേശങ്ങളുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. കവി ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്ന ഈ മണ്ണിനു വേണ്ടി നമ്മൾ സ്വയം സമർപ്പിച്ചു. പടിഞ്ഞാറ് ഭാഗങ്ങൾ നമ്മളുടേതാകുമെന്ന് അന്ന് വലിയ ധാരണയില്ലായിരുന്നു. എങ്ങനെയാണ് ഈ ജനങ്ങൾ തങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്ന മണ്ണിനു വേണ്ടി സ്വയം സമർപ്പിച്ചത് എന്ന് കവി ബ്രാക്കറ്റിൽ പറയുന്നു. ദ ഡീഡ് ഓഫ് ഗിഫ്റ്റ് വാസ് മെനി ഡീഡ്സ് ഓഫ് വോർ. സമ്മാനമെന്ന നിലയിൽ എന്തിൻ്റെയെങ്കിലും ഉടമസ്ഥാവകാശം കൈമാറിക്കൊണ്ടുള്ള ലീഗൽ ഡോക്യുമെൻ്റാണ് ഡീഡ് ഓഫ് ഗിഫ്റ്റ്. ഇവിടെ ആ സമ്മാന ഉടമ്പടി എന്തായിരുന്നു? മെനി ഡീഡ്സ് ഓഫ് വോർ. യുദ്ധത്തിൻ്റെ ധാരാളം വീരകൃത്യങ്ങളായിരുന്നു. 5 വർഷങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ 1781 ഇംഗ്ലണ്ട് അഥവാ ബ്രിട്ടൻ പരാജയപ്പെടുന്നു. തുടർന്ന് 1783 കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ബ്രിട്ടൻ പാരീസ് ഉടമ്പടി ഒപ്പുവെക്കുന്നു. അങ്ങനെ ഈ നാട് പൂർണ്ണമായും കോളനിയിലെ ജനങ്ങളുടേതായി മാറി. എന്നാൽ എങ്ങനെയാണത് ചെയ്തത്? എങ്ങനെയാണ് ഈ ഗിഫ്റ്റ് നൽകിയത്? ബട്ട് സ്റ്റിൽ അൺസ്റ്റോറീഡ്. എന്നാൽ അപ്പോഴും കഥകൾ രചിക്കാതെ, ആർട്ട്ലെസ്, നാച്ചുറലായി, സിമ്പിളായി, അൺഇൻഹാൻസ്ഡ്, മോടി പിടിപ്പിക്കാതെ, സച്ച് ആസ് ഷീ വാസ്. ഇവൾ എങ്ങനെയായിരുന്നു അതുപോലെ, ഈ നാട് എങ്ങനെയായിരുന്നു അതുപോലെ, സച്ച് ആസ് ഷീ വുഡ് ബിക്കം. അവൾ എങ്ങനെയായി തീർന്നു അതുപോലെ. എന്താണ് ഇവിടെ പറയുന്നത്? കോളനിക്കാർ അമേരിക്കയിൽ താമസിച്ചെങ്കിലും അവർ ആ നാടിനോട് ഇണങ്ങിച്ചേരാതെ മാറി നിൽക്കുകയായിരുന്നു. ആ തെറ്റ് മനസ്സിലായപ്പോൾ അവർ തങ്ങൾ ജീവിക്കുന്ന നാടിനു മുന്നിൽ സ്വയം ഒരു ഗിഫ്റ്റായി സമർപ്പിച്ചു. അങ്ങനെ ആ നാടിൻ്റേതായി തീരുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. യുദ്ധം തന്നെ വേണ്ടിവന്നു. ഇംഗ്ലണ്ടിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചുകൊണ്ട് അവർ അമേരിക്കയുടെ അവകാശം നേടിയെടുത്തു. അവരെ തന്നെയായിരുന്നു ഗിഫ്റ്റായി ആ നാടിനു മുമ്പിൽ സമർപ്പിച്ചത്. വളരെ വിലയേറിയ ഒരു ഗിഫ്റ്റായിരുന്നു അത്. ജീവൻ്റെ വിലയുള്ള, ത്യാഗത്തിൻ്റെ വിലയുള്ള, യുദ്ധത്തിൻ്റെ വിലയുള്ള ഗിഫ്റ്റ്. എന്നാൽ ഒട്ടും ആർഭാടമില്ലാത്ത സിമ്പിളായ അമേരിക്ക എന്ന നാടിന് നൽകുമ്പോൾ സിമ്പിളായ ഗിഫ്റ്റ് ആയിരിക്കുമല്ലോ അനുയോജ്യം. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ വില കവി ബ്രാക്കറ്റ് ഉപയോഗിച്ച് മറച്ചു വെക്കുന്നു. ശരിക്കും ഈ ഗിഫ്റ്റ് അമൂല്യമായത് തന്നെയാണ്. അതാണ് അമേരിക്കയെ ഇന്ന് കാണുന്ന തലത്തിലേക്ക് വളർത്തിയത്. ഇത്രയുമാണ് വരികളുടെ എക്സ്പ്ലനേഷൻ. ഈ കവിതയുടെ ചുരുക്കം നമുക്കൊന്ന് പരിശോധിക്കാം. ഇംഗ്ലീഷുകാർ അമേരിക്കയിൽ വന്ന് കോളനികൾ സ്ഥാപിച്ചു. എന്നാൽ ഇംഗ്ലണ്ടിന് തങ്ങളെ വേണ്ട എന്നും അമേരിക്കയാണ് തങ്ങളുടെ നാടെന്നും അവിടെ സ്ഥിരതാമസമാക്കിയ ജനത തിരിച്ചറിയുന്നു. അങ്ങനെ ഇംഗ്ലണ്ടിനോട് തന്നെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് സ്വന്തം രാജ്യമെന്ന സ്വപ്നം ആ ജനത സാക്ഷാത്കരിക്കുന്നു. ഈ ചരിത്രമാണ് ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് എന്ന കവിത പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഈ നോട്ട്സ് എല്ലാം നിങ്ങൾക്കായി നമ്മൾ തന്നെ തയ്യാറാക്കിയതാണ്. ഇവിടെ മലയാളം മാത്രമേ പറയുന്നുള്ളൂ. ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 1. ഒരു വാക്കിലോ സെൻറ്റൻസിലോ താഴെ തന്നിരിക്കുന്നവയ്ക്ക് ഉത്തരം എഴുതുക. ഇതിൽ തന്നെ 3 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് താഴെ തന്നിരിക്കുന്ന വാക്കുകളുടെ സിനണിം അഥവാ പര്യായം എഴുതുക. എ. സാൽവേഷൻ, സിനണിം ഡെലിവറൻസ്. ബി. സറണ്ടർ, സിനണിം ഈൽഡ്. സി. എൻഹാൻസ്, ഇവിടുത്തെ സന്ദർഭം വെച്ച് സിനണിം ഇംപ്രൂവ്. അടുത്ത ചോദ്യം 2. താഴെ തന്നിരിക്കുന്ന വാക്കുകളുടെ ആന്റണിം അഥവാ വിപരീതം എഴുതുക. എ. വേക്ക്, ആന്റണിം ക്ലിയർ. ബി. വീക്ക്, ആന്റണിം സ്ട്രോങ്. സി. ആർട്ട്ലെസ്, ആന്റണിം ആർട്ട്ഫുൾ. 3. സ്വന്തം വാചകത്തിൽ പ്രയോഗിക്കുക. എ. കൊളോണിയൽ, കവിതയിൽ ഈ വാക്ക് നൗണായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എ റെബല്യൻ ബൈ ദ കൊളോണിയൽസ് വാസ് പുട്ട് ഡൗൺ. ബി. അൺസ്റ്റോറീഡ്, ദി അൺസ്റ്റോറീഡ് ഐലൻഡ് വാസ് ഒക്യുപ്പൈഡ് ബൈ ട്രൈബൽ പീപ്പിൾ. സി. ഔട്ട്റൈറ്റ്, ഈ വാക്ക് കവിതയിൽ ആഡ്വർബായും ടൈറ്റിലിൽ അഡ്ജക്റ്റീവായുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ആഡ്വർബായുള്ള ഒരു സെൻറ്റൻസ് ആണ് കൊടുക്കുന്നത്. യു ഹാഡ് ബെറ്റർ അക്സെപ്റ്റ് ദി ഓഫർ ഔട്ട്റൈറ്റ്. ഇനി അടുത്ത ചോദ്യം 2. 50 വാക്കുകളിൽ കവിയാതെ ഒരു ചെറിയ പാരഗ്രാഫിൽ ഉത്തരം എഴുതുക. അതിൽ തന്നെ 1. എന്താണ് ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്? യൂറോപ്പിൽ നിന്നുള്ള ആളുകൾ 100 വർഷത്തിലധികം അമേരിക്കയിൽ ജീവിച്ചെങ്കിലും സ്വന്തം നാടായി അവർക്കതിനെ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ അവർ അവരെ തന്നെ പൂർണ്ണമായും ആ നാടിന് സമർപ്പിച്ചു. യാതൊരു നിബന്ധനയുമില്ലാതെ, യാതൊരു ശങ്കയുമില്ലാതെ അവർ അമേരിക്കയെ സ്വന്തം നാടായി അംഗീകരിച്ചു. അതുകൊണ്ട് ഒന്നുകിൽ ആ ആളുകൾ തന്നെയാണ് ടൈറ്റിലുള്ള ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്, അല്ലെങ്കിൽ ആ നാടിനോടുള്ള അവരുടെ പൂർണ്ണ സമർപ്പണമാണ് ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. 2. സാൽവേഷൻ ഇൻ സറണ്ടർ എന്ന ഫ്രേസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അമേരിക്കയിൽ ജീവിച്ച കോളനിക്കാർക്ക് കുറച്ച് നാളത്തേക്ക് അതിനെ സ്വന്തം നാടായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഹൃദയത്തിൽ അവർ ഇംഗ്ലീഷുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ജീവിച്ച ആ നാടിനോട് അടുക്കാതെ അവർ മാറി നിന്നു.
ഇതവരെ ദുർബലരാക്കി. എന്നാൽ ആ നാടിനു മുന്നിൽ സ്വയം അടിയറ വയ്ക്കുക എന്നതാണ് സ്വയം രക്ഷിക്കാനുള്ള ഒരേയൊരു മാർഗമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കവി സാൽവേഷൻ ഇൻ സറണ്ടർ എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത്. 3. എന്തിനെയാണ് ആ കോളനിക്കാർ ആ ലാൻഡിൽ നിന്ന് തടഞ്ഞു നിർത്തിയത്? അല്ലെങ്കിൽ എന്തിനെയാണ് ആ നാടിൻ്റെ സ്വന്തമാകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയത്? കോളനിക്കാർ ആ ലാൻഡിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് അവരെ തന്നെയാണ്. തങ്ങൾ ആ നാടിനെ കീഴടക്കിയതാണെന്നും അതിനാൽ അവിടുത്തെ ആളുകളാകാൻ കഴിയില്ലെന്നും അവർ വിശ്വസിച്ചു. ആദ്യമൊക്കെ ഹൃദയം കൊണ്ട് അവർ ഇംഗ്ലീഷുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവിടെ ദുർബലരായി തുടരേണ്ടി വന്നു. പിന്നീട് ഈ തെറ്റ് തിരിച്ചറിഞ്ഞ് അവർ അവരെ തന്നെ ആ നാടിന് സമർപ്പിച്ചു. 4. എന്തുകൊണ്ടാണ് മാസച്യുസെറ്റ്സിനെ പറ്റിയും വെർജീനിയയെ പറ്റിയും കവി ഓപ്പണായി പറയുന്നത്? മാസച്യുസെറ്റ്സും വെർജീനിയയും വടക്കൻ അമേരിക്കയിലെ 2 പ്രധാന കോളനികളായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകൾ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ കോളനിക്കാർ ആ നാടിനെ 13 കോളനികളുടെ രൂപത്തിൽ സ്വന്തമാക്കിയിരുന്നു. അമേരിക്കൻ പൗരന്മാരാകുന്നതിന് മുമ്പ് തന്നെ അവർ ആ നാടിൻ്റെ ഉടമസ്ഥരായിരുന്നു എന്നാണ് കവി പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം. 3. 100 വാക്കുകൾ കവിയാതെ ഒരു പാരഗ്രാഫിൽ ഉത്തരമെഴുതുക. 1. എന്താണ് ഈ കവിതയുടെ തീം? 16 വരികളിൽ ചുരുക്കിയ അമേരിക്കയുടെ ചരിത്രമാണ് ഈ കവിത. ബ്രിട്ടനിൽ നിന്നുള്ള കോളനിക്കാർ എങ്ങനെയാണ് അമേരിക്കൻ പൗരന്മാരായതെന്ന് ഈ കവിത നമ്മളോട് പറയുന്നു. ആദ്യമൊക്കെ അവർ മനസ്സുകൊണ്ട് യൂറോപ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ ജീവിക്കുന്ന നാടിനെ സ്വന്തം നാടായി കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് അവർക്ക് തെറ്റ് മനസ്സിലായി. അവർ ആ നാടിനു വേണ്ടി അവരെ തന്നെ നൽകിക്കൊണ്ട് ആ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടി. അവസാനം അവർ വിജയിച്ചു. ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ കോളനിക്കാർ അമേരിക്കയുടെ ജനങ്ങളായി മാറി. കോളനിക്കാർ അവരെ തന്നെയാണ് ആ നാടിന് സമ്മാനമായി നൽകിയത് എന്ന് കവി പറയുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വിപ്ലവമാണ് ഈ കവിതയുടെ തീമെന്ന് വ്യക്തമാണ്. 2. എങ്ങനെയാണ് ഈ കവിത അമേരിക്കൻ ദേശീയതയുടെ ആഘോഷമായി മാറുന്നത്? റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് ഒരു ദേശഭക്തി നിറഞ്ഞ കവിതയാണ്. അത് അമേരിക്കയുടെ ചെറിയ ഒരു ചരിത്രം കൂടിയാണ്. എങ്ങനെയാണ് അമേരിക്ക എന്ന രാഷ്ട്രം ജനിച്ചതെന്നും എങ്ങനെയാണ് അമേരിക്കക്കാരായതെന്നും ഈ കവിത പറയുന്നു. ആദ്യമൊക്കെ കോളനിക്കാർ ഉള്ളുകൊണ്ട് യൂറോപ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് അവർ താമസിച്ചിരുന്ന ആ ഭൂമിയെ സ്വന്തം നാടായി കാണുന്നതിൽ അവർ പരാജയപ്പെട്ടു. ആ തെറ്റവർക്ക് മനസ്സിലായപ്പോൾ അവർ ആ നാടിൻ്റെ മുമ്പിൽ സ്വയം സമർപ്പിച്ചു. അവരുടെ ത്യാഗം വെറുതെയായില്ല. അവർക്കൊരു രാഷ്ട്രം കിട്ടി. രാഷ്ട്രത്തിനോ അതിൻ്റെ പൗരന്മാരെയും. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്ത് നേടിയതാണ് ഈ രാഷ്ട്രമെന്ന് അമേരിക്കക്കാരോട് ഈ കവിത പറയുന്നു. സ്വന്തം നാടിൻ്റെ ക്ഷേമത്തിനായി സ്വയം സമർപ്പിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് എന്നൊരു സൂചന കൂടി ഇവിടെയുണ്ട്. 3. അമേരിക്കൻ ജനതയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം വിവരിക്കുക. ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചു. അവരാ മണ്ണ് സ്വന്തമാക്കി അവിടെ ജീവിതം തുടങ്ങി. എന്നാൽ അവർക്ക് ആ മണ്ണിലെ ജനങ്ങളാകുവാൻ സാധിച്ചില്ല. കാരണം അവർ ഉള്ളുകൊണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു. എന്നാൽ കാലം കടന്നുപോയപ്പോൾ ബ്രിട്ടൻ അവരെ കൺട്രോൾ ചെയ്യുവാൻ ഉപയോഗിച്ച ശ്വാസം മുട്ടിക്കുന്ന ചങ്ങലകളിൽ കിടന്ന് അവർ ദുർബലരായി വന്നു. അങ്ങനെ കോളനിക്കാർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു മാർഗം ആ നാടിനു മുമ്പിൽ സ്വയം സമർപ്പിക്കുക എന്നതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ ആ നാടിൻ്റെ ജനങ്ങളായി മാറി ആ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അമേരിക്കക്കാരായി പോരാടി. അവരുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം ചരിത്രത്തിലെ തന്നെ ഒരു വലിയ സംഭവമായിരുന്നു. ബ്രിട്ടീഷുകാരായ കോളനിക്കാർ അമേരിക്കക്കാരായി മാറിയപ്പോൾ ലോകം തന്നെ അമേരിക്ക എന്ന വലിയ രാഷ്ട്രത്തിൻ്റെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചു. 4. കവി എങ്ങനെയാണ് കോളനിവൽക്കരണത്തിൻ്റെ ചരിത്രത്തെ ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ചരിത്രം പറയുന്നത് പോലെ തന്നെ ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് എന്ന കവിത കോളനിവൽക്കരണത്തിൻ്റെ ചരിത്രവും പറയുന്നു. ആദ്യ സ്റ്റാൻസയിൽ തന്നെ കവി നോർത്ത് അമേരിക്കൻ മണ്ണിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ വരവിനെ പറ്റി പറയുന്നു. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ചെയ്ത പോലെ അവർ വന്ന് കോളനികൾ സ്ഥാപിച്ചു. ആ 13 കോളനികളിൽ ഏറ്റവും പ്രധാനമായിരുന്ന മാസച്യുസെറ്റ്സ്, വെർജീനിയ എന്നീ കോളനികളുടെ പേരുകൾ കവി എടുത്തു പറയുന്നുണ്ട്. ഈ ആളുകൾ അവിടെ താമസം തുടങ്ങിയെങ്കിലും അവർ ആ മണ്ണിൻ്റെ സ്വന്തമായി തീർന്നില്ല. ബ്രിട്ടീഷുകാരായ കോളനിക്കാർ എന്ന രീതിയിൽ അവർ 100-ലധികം വർഷങ്ങൾ ജീവിച്ചു. പിന്നീട് അവരുടെ മനസ്സ് മാറി അവർ അമേരിക്കക്കാരായി. എന്നാൽ ഇപ്പോഴും അമേരിക്കയുടെ മണ്ണിൽ ഒരു കോളനിവൽക്കരണത്തിൻ്റെ ചരിത്രം ജീവിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 4. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏകദേശം 300 വാക്കുകളിൽ ഉത്തരം എഴുതുക. 2 ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. 1. തീമിനും ടോണിനും സ്റ്റൈലിസ്റ്റിക് ഫീച്ചേഴ്സിനുമൊക്കെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ഈ കവിതയുടെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതുക. ചോദ്യം തീർന്നില്ല. എന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ദേശഭക്തിപരമായ ഒരു കവിതയുമായി അതിനെ കമ്പയർ ചെയ്യുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2. ഒരു രാഷ്ട്രമെന്ന നിലയിൽ അമേരിക്കയുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന കവിതയാണ് ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. ചർച്ച ചെയ്യുക. ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ കവികളിൽ ഒരാളാണ് റോബർട്ട് ഫ്രോസ്റ്റ്.
തൻ്റെ ദേശസ്നേഹം പ്രകടമാക്കുന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഏറ്റവും ചെറിയ കവിതകളിലൊന്നാണ് ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന സമയത്ത് ഈ കവിത അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. കോളനിവൽക്കരണത്തിൻ്റെ ദിവസങ്ങൾ മുതൽ സ്വാതന്ത്ര്യം വരെയുള്ള അമേരിക്കയുടെ ചരിത്രം ഈ കവിത നമുക്ക് കാണിച്ചു തരുന്നു. ആദ്യ സ്റ്റാൻസിയിൽ തന്നെ കവി നോർത്ത് അമേരിക്കൻ മണ്ണിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ വരവിനെപ്പറ്റി പറയുന്നു. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ചെയ്ത പോലെ അവർ വന്ന് കോളനികൾ സ്ഥാപിച്ചു. ആ 13 കോളനികളിൽ ഏറ്റവും പ്രധാനമായിരുന്ന മാസച്യുസെറ്റ്സ്, വിർജീനിയ എന്നീ കോളനികളുടെ പേരുകൾ കവി എടുത്തു പറയുന്നുണ്ട്. ഈ ആളുകൾ ഇവിടെ താമസം തുടങ്ങിയെങ്കിലും അവരാ മണ്ണിൻ്റെ സ്വന്തമായിരുന്നില്ല. ബ്രിട്ടീഷുകാരായ കോളനിക്കാർ എന്ന രീതിയിൽ അവർ 100-ലധികം വർഷങ്ങൾ ജീവിച്ചു. എന്നാൽ കാലം കടന്നുപോയപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുവാൻ ബ്രിട്ടൻ ഉപയോഗിച്ച ശ്വാസം മുട്ടിക്കുന്ന ചങ്ങലകളിൽ കിടന്ന് അവർ കൂടുതൽ ദുർബലരായി മാറി. അവർ തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞു. സ്വന്തം മണ്ണിന് മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുക എന്നത് മാത്രമാണ് രക്ഷപ്പെടാനുള്ള ഒരേയൊരു മാർഗമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ ആ നാടിൻ്റെ ജനങ്ങളായി മാറി. എന്നിട്ട് അമേരിക്കക്കാരായി ആ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി. അവരുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം ചരിത്രത്തിലെ തന്നെ വലിയൊരു സംഭവമായിരുന്നു. ബ്രിട്ടീഷുകാരായ കോളനിക്കാർ അമേരിക്കക്കാരായി മാറിയപ്പോൾ ലോകം തന്നെ അമേരിക്ക എന്ന വലിയ രാഷ്ട്രത്തിൻ്റെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചു. അവരുടെ ത്യാഗം വെറുതെയായില്ല. അവർക്കൊരു രാഷ്ട്രം കിട്ടി, രാഷ്ട്രത്തിനോ അതിൻ്റെ പൗരന്മാരെയും. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്ത് നേടിയതാണ് ഈ രാഷ്ട്രമെന്ന് അമേരിക്കക്കാരോട് ഈ കവിത പറയുന്നു. സ്വന്തം നാടിൻ്റെ ക്ഷേമത്തിനായി സ്വയം സമർപ്പിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് എന്നൊരു സൂചന കൂടി ഇവിടെയുണ്ട്. എങ്ങനെ ബ്രിട്ടീഷുകാരായ കോളനിക്കാർ അമേരിക്കക്കാരായി മാറിയെന്ന് ഈ കവിത നമുക്ക് കാണിച്ചു തരുന്നു. 16 വരികളിൽ തീർത്ത അമേരിക്കയുടെ ചരിത്രമെന്ന് നിശ്ചയമായും നമുക്ക് ഈ കവിതയെ പറയാം. ഇത്രയുമാണ് ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് എന്ന ചാപ്റ്ററും അതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളും. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്